ഐപ്ലസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് 42ാമത്തെ ചോദ്യം മുതൽ നോക്കിയാലോ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് IEEE 802.3 എന്ന് പറയുന്ന എന്തിൻ്റെ ഉദാഹരണമാണെന്നാണ് ചോദ്യം. ലാൻ, മാൻ, വാൻ, പാൻ. ഓപ്ഷൻസ്. അപ്പം നമുക്കിത് ICT ആയിട്ട് കുറച്ച് ഡെപ്തിലുള്ളവർക്ക് മാത്രം ഉത്തരം എഴുതാൻ പറ്റുന്ന ഒരു ചോദ്യമാണ്. കുറച്ച് ലാൻഡിനെ പറ്റി, അതിൻ്റെ സ്റ്റാൻഡേർഡ് ഫോം എന്താണെന്ന് അറിഞ്ഞതിനെ പറ്റി മാത്രം അറിഞ്ഞാൽ മാത്രമേ ഈ ചോദ്യം, ഇതിൻ്റെ എക്സാമ്പിൾ ലാനുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു, വയേർഡ് എഥേർനെറ്റിൻ്റെ സ്റ്റാൻഡേർഡ് ഫോമാണ് ഈ തന്നിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കി ലാൻ, ലോക്കൽ ഏരിയ നെറ്റ്വർക്കിനാണ് ഇത് കുറച്ചുകൂടെ സ്യൂട്ടബിൾ ആവുക എന്നുള്ളതും നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. മാനിനും ഇതിൻ്റെ ഫാമിലി സ്യൂട്ടബിൾ ആവും. IEEE 802 എന്ന് പറയുന്ന ഫാമിലി സ്യൂട്ടബിൾ ആവും, പക്ഷേ അത് ഉപയോഗിക്കാറില്ല. കാരണം മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക് നമുക്കറിയാം. മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക് അത് എവിടെയാണ് യൂസ് ചെയ്യുന്നത്? ഒരു ലാർജ് സിറ്റിയിലാണ് യൂസ് ചെയ്യുന്നത്. അത് ഈ വയേർഡ് സ്റ്റാൻഡേർഡ് ഫോമിൻ്റെ ഈ ഒരു ഫാമിലിയിൽ വേണമെങ്കിൽ ഇത് ഉപയോഗിക്കാം, പക്ഷേ കൂടുതലായിട്ടും ഉപയോഗിച്ച് കാണാറില്ല. അതുപോലെ വൈഡ് ഏരിയ നെറ്റ്വർക്കിലും ഈ സ്റ്റാൻഡേർഡ് ഫോം, അതായത് വയേർഡ് എഥേർനെറ്റിൻ്റെ ഈ സ്റ്റാൻഡേർഡ് ഫോം അധികം ഉപയോഗിച്ച് കാണാറില്ല. വൈഡ് ഏരിയ നെറ്റ്വർക്കിൻ്റെ ഒരു ഉദാഹരണം ഇൻ്റർനെറ്റാണ്. ഹോൾ കൺട്രിയിൽ അല്ലെങ്കിൽ ഹോൾ കോണ്ടിനെൻറ്റിലാണത് ഉപയോഗിക്കുക എന്നറിയും. അത്രയും വൈഡ് ആയിട്ടുള്ളൊരു ആപ്ലിക്കേഷൻ ഈ പറയുന്ന സ്റ്റാൻഡേർഡ് ഫോമിന് ഇല്ല എന്നുള്ളത് മനസ്സിലാക്കുക. പിന്നെയുള്ളത് പേഴ്സണൽ ഏരിയ നെറ്റ്വർക്കാണ്. നമുക്കറിയാം ബ്ലൂടൂത്തുമായിട്ടൊക്കെ നമ്മുടെ ഡിവൈസ് കണക്ട് ചെയ്യുന്ന അതിനെയാണ് പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മുടെ ഫോണും ബ്ലൂടൂത്ത് സ്പീക്കറും ഒക്കെ ആയിട്ട് കണക്ട് ചെയ്യുന്നത് അതൊരു പേഴ്സണൽ ഏരിയ നെറ്റ്വർക്കാണ്. വളരെ ചുരുങ്ങിയ ചില സ്ഥലത്തേക്ക് മാത്രം ഉള്ളൊരു നെറ്റ്വർക്കാണ് പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക്. വൈഡ് ഏരിയ നെറ്റ്വർക്ക് മാൻ. അപ്പോൾ ലാനിൻ്റെ സ്റ്റാൻഡേർഡ് ഫോം അല്ലെങ്കിൽ വയേർഡ് എഥേർനെറ്റിൻ്റെ സ്റ്റാൻഡേർഡ് ഫോമാണ് തന്നിരിക്കുന്നതെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ലാൻ ആണ് കറക്റ്റ് ആൻസർ എന്ന് നമുക്ക് ഉറപ്പിക്കാം. അപ്പം ചില ചോദ്യങ്ങൾ കുറച്ച് ഡെപ്തിൽ ചോദ്യങ്ങൾ, അതായത് ഉത്തരം എഴുതാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള ചോദ്യങ്ങൾ എന്തായാലും കാണുമെന്നുള്ള കാര്യം ആദ്യം ഉറപ്പിക്കുക. അത് ഉത്തരം എഴുതാൻ നിൽക്കുന്നതിനേക്കാൾ നമുക്ക് ഉത്തരം എന്തായാലും കിട്ടുന്ന ചോദ്യം, അല്ലെങ്കിൽ നമ്മുടെ ബുദ്ധി നന്നായിട്ടൊന്ന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ശരിയാക്കാൻ പറ്റുന്ന ചോദ്യങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രാധാന്യം. ഇതിനകത്ത് നമ്മൾ സ്പെസിഫിക് ആയിട്ട് ഇതാണെന്ന് അറിഞ്ഞാൽ മാത്രം ശരി ഉത്തരം കിട്ടുന്ന ചോദ്യമാണ്, അല്ലെങ്കിൽ ശരിയാക്കാൻ പറ്റുന്നൊരു ചോദ്യമാണിത് എന്നുള്ള കാര്യം. കാരണം നമുക്കും അറിയാം, നിങ്ങൾക്കും അറിയാം, അല്ലേ? നമ്മൾ ഇത്രയും ഡിസ്കസ് ചെയ്തതിൽ വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു അല്ലെങ്കിൽ ചോദ്യത്തിന് കറക്റ്റായിട്ട് സ്പെസിഫിക് ആയിട്ട് ഉത്തരം അറിഞ്ഞിരിക്കേണ്ട ഒരു ചോദ്യമായിരുന്നു നമ്മളിപ്പോൾ കുറച്ച് മുമ്പ് കണ്ടത്. അടുത്ത ചോദ്യങ്ങളോ, ബാക്കി എല്ലാ ചോദ്യങ്ങളും നിങ്ങൾ ആലോചിക്കണം, നിങ്ങൾ ഉറപ്പിക്കണം. ഞാൻ പറയുകയാണ്, റിപ്പീറ്റഡ് ആയിട്ട് ഏതെങ്കിലും ഒരു രീതിയിൽ വളച്ച് തിരിച്ച് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളുടെ ഓപ്ഷൻസ് എങ്കിലും ആയിരിക്കാം പിന്നീട് ചോദ്യങ്ങളായിട്ട് വന്നിരിക്കുക. അപ്പം ചോദ്യങ്ങളെ നിങ്ങൾ എങ്ങനെ നേരിടുന്നു എന്നുള്ളതിലാണ് കാര്യം. ചോദ്യങ്ങളെ നിങ്ങൾ എങ്ങനെ നേരിടുന്നു, ചോദ്യം എയിം JRF ടെസ്റ്റ് സീരീസ് ഒക്കെ നമുക്കുണ്ടല്ലോ. എയിം JRF ടെസ്റ്റ് സീരീസ് ഒക്കെ നിങ്ങൾ എങ്ങനെ അപ്രോച്ച് ചെയ്യുന്നു? നല്ല രീതിയിലാണോ ക്വസ്റ്റ്യൻസിനെ അപ്രോച്ച് ചെയ്യുന്നത്? ടെസ്റ്റ് എടുത്തതിന് ശേഷം, മാർക്ക് അറിഞ്ഞതിന് ശേഷം നേരെ തിരിച്ച് അടുത്ത ടോപ്പിക്കിലേക്ക് ജമ്പ് ചെയ്ത് പോവുകയാണോ, അതോ അവിടെ കുറച്ച് നേരം കൂടെ ഇരുന്ന് എനിക്ക് ഏതൊക്കെ തെറ്റി എന്ന് മനസ്സിലാക്കി അത് അനലൈസ് ചെയ്ത് മുന്നോട്ട് പോവുകയാണോ ചെയ്യുന്നത് എന്നൊക്കെയുള്ളതാണ് മാറ്റർ ചെയ്യുന്നത്. അടുത്ത ചോദ്യം, അറേഞ്ച് ദ ഫോളോയിങ് ഇവൻറ്റ്സ് ഇൻ ദ കറക്റ്റ് ക്രോണോളജിക്കൽ സീക്വൻസ്. കറക്റ്റ് ക്രോണോളജിക്കൽ സീക്വൻസിൽ ഈ പറയുന്ന ഇവൻസിനെ എല്ലാം അറേഞ്ച് ചെയ്യാനാണ് പറയുന്നത്. ക്രോണോളജിക്കൽ സീക്വൻസ് എന്ന് പറയുമ്പോൾ എങ്ങനെയാ? 1 2 3 4 5 6 അസെൻഡിങ് ഓർഡറിൽ. എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് യൂണിവേഴ്സിറ്റി ഓഫ് മദ്രാസ് ഒരുപാട് വട്ടം പല സൈക്കിളുകളിലായി ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. മദ്രാസ് യൂണിവേഴ്സിറ്റിയുടെ എസ്റ്റാബ്ലിഷ്മെൻറ്റ് നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്, നമ്മൾ പഠിക്കുന്നതാണ്. മദ്രാസും ബോംബെയും കൽക്കട്ടയും യൂണിവേഴ്സിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്ത് ഒരേ വർഷമാണ്. 1857 യൂണിവേഴ്സിറ്റി ഓഫ് മദ്രാസ്, കൽക്കട്ട, ബോംബെ എസ്റ്റാബ്ലിഷ് ചെയ്തത്. അതുപോലെ ഇൻട്രൊഡക്ഷൻ ഓഫ് ദ ഇന്ത്യൻ യൂണിവേഴ്സിറ്റി ആക്ട്. ബ്രിട്ടീഷ് രാജ് കഴിഞ്ഞ് ബ്രിട്ടീഷ് രാജ് ഭരണം ഏറ്റെടുത്തതിന് ശേഷം, കമ്പനി ഭരണം മാറി ബ്രിട്ടീഷ് രാജ് ഭരണം ഏറ്റെടുത്തതിന് ശേഷം ലോർഡ് കഴ്സൺ പ്രഭുവിൻ്റെ ഭരണസമയത്തെ ഒരു വലിയൊരു നാഴികക്കല്ലായിട്ടുള്ള ഒരു ആക്റ്റാണ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റി ആക്ട് 1904. ലോർഡ് കഴ്സൺ ഭരിച്ചിരുന്നത് ഏത് കാലം മുതൽ ഏത് കാലം വരെയാണെന്ന് അറിഞ്ഞിരിക്കേണ്ടതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. 1899 എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ അല്ലെങ്കിൽ പോലും ഒരു ഹിസ്റ്ററി പെർസ്പെക്റ്റീവിൽ നമ്മുടെ രാജ്യത്തിൻ്റെ
ഹിസ്റ്ററി പെർസ്പെക്റ്റീവിൽ അതൊക്കെ അറിഞ്ഞിരിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം 1899 മുതലാണ് നമ്മുടെ കഴ്സൺ പ്രഭു ഭരിച്ചിരുന്നത്. അദ്ദേഹം ഭരിച്ചുകൊണ്ടിരുന്നപ്പോഴുള്ള ഒരു ആക്റ്റാണ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റി ആക്ട് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അടുത്തത് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് UGC ആണ്. നമുക്കറിയാം സ്വാതന്ത്ര്യം കഴിഞ്ഞ ഉടനെ തന്നെ UGC എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. 1953 ഒക്കെ ആയപ്പോഴത്തേക്ക് ഫസ്റ്റ് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ഓഫ് ഇന്ത്യ. കൊത്താരി കമ്മീഷൻ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് ആവർത്തിച്ച് അതിനെ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാറുണ്ട് നമ്മൾ. സോ കൊത്താരി കമ്മീഷനെ കുറിച്ച് അറിയുന്ന ഒരാൾക്ക്, കൊത്താരി കമ്മീഷൻ 1964-66 എന്നറിയുന്ന ഒരാൾക്ക് ഇതെന്നാണ് വന്നതെന്ന് അറിയാൻ പറ്റും. അപ്പം നമുക്ക് ഇത്രയും കിട്ടി. യൂണിവേഴ്സിറ്റി ഓഫ് മദ്രാസ് 1857, ഇന്ത്യൻ യൂണിവേഴ്സിറ്റി ആക്ട് 1904, UGC 1953, നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 1964. ക്രോണോളജിക്കലി എഴുതാൻ പറഞ്ഞാൽ നമ്മൾ എങ്ങനെ എഴുതും? ABCD എന്നെഴുതും അല്ലേ? 1857, 1904, 1953, പിന്നെ 1964. ഇവിടെ ഇതിൽ കൊടുത്തിട്ടുണ്ട്, ഇന്ത്യൻ യൂണിവേഴ്സിറ്റി ആക്ടിനെ പറ്റി കൊടുത്തിട്ടുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ പറയുന്ന പോയിന്റ്സ് മാത്രമല്ല, അഡീഷണൽ പോയിന്റ്സ് നിങ്ങൾ കണ്ടെത്തി നിങ്ങൾ നോട്ട് തയ്യാറാക്കണമെന്നാണ് എൻ്റെ അഭ്യർത്ഥന. Indian Universities Act of 1904, introduced by Lord Curzon, was a colonial era law that aimed to improve the quality of higher education by increasing government control over Indian universities. It was based on the recommendations of the Raleigh Commission, which was set up to review the existing university system. While the act promoted research and improved university facilities, it also faced criticism for curbing the autonomy of universities and increasing government control. വായിച്ച് നോക്കിയാൽ മതി, നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. NEPയുടെ കാര്യം പറയുന്നുണ്ട്. കൊത്താരി കമ്മീഷൻ്റെ ഇപ്പോഴത്തെ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി എന്നാണ് 2020യുടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഡോക്യുമെൻ്റാണ്. വായിച്ച് നോക്കണം. നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് പറ്റുമെങ്കിൽ പ്രിൻ്റ് എടുത്ത് നിങ്ങൾ വായിച്ച് നോക്കി അതിനകത്തെ ഓരോ കാര്യങ്ങളും മനസ്സിലാക്കിയിരിക്കണം എന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന. കാരണം ഒരുപാട് ചോദ്യങ്ങൾ NEPയിൽ നിന്നൊക്കെ, ചില സൈക്കിളിൽ 3 ചോദ്യങ്ങൾ വരെ NEPയിൽ നിന്ന് ചോദിച്ച സൈക്കിളുകളുണ്ട്. സോ NEP വളരെ പ്രാധാന്യമുള്ളൊരു ഡോക്യുമെൻ്റാണ് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 എന്ന് പറയുന്നത്. ഒരുപാട് നല്ല കാര്യങ്ങളും ഒരുപാട് ചില കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും പറയുന്നൊരു ഡോക്യുമെൻ്റ് ആണെന്നുള്ള കാര്യവും നിങ്ങൾ മനസ്സിലാക്കുക. അപ്പം കൊത്താരി കമ്മീഷൻ 1964-66 ആണെന്നറിയാം. അന്ന് ഏത് പ്രൈം മിനിസ്റ്റർ ആണെന്ന് വരെ വേണമെങ്കിൽ ചോദിച്ചെന്നിരിക്കാം. അതുകൊണ്ടാണ് അത് ഇന്ദിരാഗാന്ധിയുടെ സമയത്താണത് ഉണ്ടായിരുന്നതെന്നുള്ളത് നമ്മൾ ഓർക്കണമെന്ന് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് പറയുന്ന കീ ഗോൾസിനെ പറ്റി, കൊത്താരി കമ്മീഷനിൽ പറയുന്ന പല കാര്യങ്ങളും ഇന്നത്തെ പോളിസിയിലും ആവർത്തിക്കുന്നുണ്ട്. അതിനെ കുറേ പലതിലും ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കുന്നുമുണ്ട്. UGC എസ്റ്റാബ്ലിഷ് ചെയ്ത് 1953 എന്ന് പറഞ്ഞു. സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണത്. 1956 ആക്ട് വരുന്നതെന്നുള്ള കാര്യവും ഓർത്തിരിക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് അതിൻ്റെ പ്രൈമറി റോൾ? coordinate and maintain standards of higher education, allocate grants and advise the government on developing higher education across the country. The establishment of the UGC was a significant step in standardizing and promoting university level education following India's independence എന്നൊക്കെയുള്ള കാര്യങ്ങളാണ്. പിന്നെ മദ്രാസ് യൂണിവേഴ്സിറ്റിയുടെ എസ്റ്റാബ്ലിഷ്മെൻറ്റ് 1857 കാര്യം ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം മാച്ച് ദ ഫോളോയിങ് ആണ്. മാച്ച് ദ ഫോളോയിങ് നോക്കിക്കേ. നെയിം ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ ആദ്യം തന്നിരിക്കുന്നു, ഫങ്ഷൻസ് രണ്ടാമത് തന്നിരിക്കുന്നു. NIEPA, റൂസ, QAA, ഹെഫ, ഇതാണ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ എഡ്യൂക്കേഷൻ പ്ലാനിംഗ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ, NIEPA, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ എഡ്യൂക്കേഷൻ പ്ലാനിംഗ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ. റൂസ, രാഷ്ട്രീയ ഉച്ചതാർ ശിക്ഷാ അഭിയാൻ, രാഷ്ട്രീയ ഉച്ചതാർ ശിക്ഷാ അഭിയാൻ, റൂസ. QAA, ക്വാളിറ്റി അസസ്മെൻറ്റ് ഇൻ ഹയർ എഡ്യൂക്കേഷൻ, ക്വാളിറ്റി അസസ്മെൻറ്റ് ഏജൻസി ഇൻ ഹയർ എഡ്യൂക്കേഷൻ. ഹെഫ, ഹയർ എഡ്യൂക്കേഷൻ ഫിനാൻസ് ഏജൻസി, ഹയർ എഡ്യൂക്കേഷൻ ഫിനാൻസ് ഏജൻസി.
ഇതിനെ മാച്ച് ചെയ്യുന്നു. ഇതിൻ്റെ ഓപ്ഷൻ അല്ലെങ്കിൽ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ, ഇതിൻ്റെ ഫുൾ ഫോം അറിഞ്ഞാൽ തന്നെ നമുക്കിതിനകത്ത് ചോദ്യങ്ങൾ ഉത്തരം എഴുതാമെന്നുള്ളതാണ് വാസ്തവം. ക്വാളിറ്റി അസസ്മെൻറ്റ് ഏജൻസി ഇൻ ഹയർ എഡ്യൂക്കേഷൻ എന്നുള്ള ഫുൾ ഫോം അറിഞ്ഞാൽ എൻഷുറിങ് ക്വാളിറ്റിയാണ്. ഹയർ എഡ്യൂക്കേഷനിൽ ക്വാളിറ്റി നിലനിർത്തുക എന്നുള്ളതാണ് അവരുടെ ഫങ്ഷൻ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. C1 ആണ് എന്നറിഞ്ഞാൽ നമുക്ക് ഉത്തരം എഴുതാൻ പറ്റുമോ? ഉത്തരം എഴുതാൻ പറ്റും. അപ്പോൾ അതാണ് ഇതിൻ്റെ ഫുൾ ഫോം അറിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഉത്തരം എഴുതാൻ പറ്റും. കാരണം ക്വാളിറ്റീവ് അസസ്മെൻറ്റ് ഏജൻസി ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ക്വാളിറ്റി വരുന്ന ഒരൊറ്റ ഓപ്ഷനെ റൈറ്റ് സൈഡിലുള്ളൂ അല്ലേ? അതുപോലെ ഹയർ എഡ്യൂക്കേഷൻ ഫിനാൻസ് ഏജൻസി ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം പ്രൊവൈഡിങ് ലോൺസ് ടു ദ ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് ഫിനാൻസ് ഏജൻസിയുടെ മുഖ്യ ലക്ഷ്യം അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. D കറസ്പോണ്ട്സ് ടു 2 ആണ്. D2 റൂസ് രാഷ്ട്രീയ ഉച്ചതാർ ശിക്ഷാ അഭിയാൻ ഏതുമായിട്ട് കറസ്പോണ്ട് ചെയ്തിരിക്കുന്നു? ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻ്റ് ആണോ, പ്രൊമോട്ടിംഗ് റിസർച്ച് ഇൻ പ്ലാനിങ് ആൻഡ് മാനേജ്മെൻ്റ് ആണോ? നോക്കാം. A4 B3 ആണ്. B3 ആണ്. ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻ്റ് ആണ് രാഷ്ട്രീയ ഉച്ചതാർ ശിക്ഷാ അഭിയാൻ ഫോർ അപ്ഗ്രേഡിംഗ് ദ എക്സിസ്റ്റിംഗ് കോളേജസ് ഇൻ ടു മോഡൽ കോളേജസ്. മാതൃകാ കോളേജുകളാക്കാനായിട്ട് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യുക ചില കോളേജസിൻ്റെ രാഷ്ട്രീയ ഉച്ചതാർ ശിക്ഷാ അഭിയാൻ. അതുപോലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ പ്ലാനിങ് ആൻഡ് അതിൻ്റെ എന്താ പ്രൊമോട്ടിംഗ് റിസർച്ച് ഇൻ പ്ലാനിങ് ആൻഡ് മാനേജ്മെൻറ്റ്. അടുത്ത ചോദ്യം, വിത്ത് റെഫറൻസ് ടു സൈബർ അറ്റാക്സ് വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ്? എന്തൊക്കെയാ? മാൽവെയർ ഈസ് എ malicious software designed to cause damage to a single computer server or computer network. Malware is a malicious software designed to cause damage to a single computer server or computer network. ശരിയാണോ? Which of the following statements are correct എന്നല്ലേ ചോദ്യം. മാൽവെയർ ഒരു malicious software അല്ലേ? ഡിസൈൻ ചെയ്തിരിക്കുന്നത് എന്തിനാ? ടു കോസ് ഡാമേജ് ടു എ സിംഗിൾ കമ്പ്യൂട്ടർ അല്ലേ? സെർവർ, കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്, ഇതെല്ലാം ശരിയല്ലേ? എ ശരിയാണ്. Types of malware include computer virus, bombs, trojan horse, ransomware and spyware. ശരിയല്ലേ? Types of malware കമ്പ്യൂട്ടർ വൈറസസ് ആവാം, വോംസ് ആവാം, ട്രോജൻ ഹോഴ്സ് ആവാം, റാൻസംവെയർ ആവാം, സ്പൈവെയർ ആവാം. പെഗാസസ് ഈസ് എ മലീഷ്യസ് സോഫ്റ്റ്വെയർ ക്ലാസിഫൈഡ് ആസ് റാൻസംവെയർ. ശരിയാണോ? പെഗാസസ് ഇഷ്യൂ നമ്മുടെ കേരളത്തിലുണ്ടായത് നമ്മൾ കേട്ടിട്ടുണ്ടാവും. പെഗാസസ് എന്താണ്? പെഗാസസ് അതൊരു റാൻസംവെയർ അല്ല, അതൊരു സ്പൈവെയർ ആണ്. ഇറ്റ് ഈസ് ദ ഒബ്ജക്റ്റീവ് ഓഫ് പെഗാസസ് ഈസ് to get into some devices without the permission of the user and collect the secret informations or access to web cameras അല്ലെങ്കിൽ access to വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഓഫ് ദ യൂസേഴ്സ്. ഇതൊക്കെയാണ്. എന്നിട്ട് എന്ത് ചെയ്യുക? അത് ട്രാക്ക് ചെയ്യുക. സെൻസിറ്റീവ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ഒരു ഡിവൈസിന് ട്രാക്ക് ചെയ്ത് അത് മറ്റൊരാൾക്ക് കൈമാറുന്നതാണ് പെഗാസസ് പോലുള്ള സ്പൈവെയറിൻ്റെ ഉദ്ദേശം. സോ ഇറ്റ് ഈസ് നോട്ട് എ റാൻസംവെയർ, ഇറ്റ് ഈസ് എ സ്പൈവെയർ കീ ലോഗർ. Some keyloggers can't be identified by the users if that inserts or invades into a device such as mobile phones, smartphones, etc. So this Pegasus can be very threatening because very sensitive informations can be gathered by this Pegasus and it causes a lot of issues to the users in many ways, in monetary ways, in many ways. So അടുത്തത്, India is not a signatory to the Budapest Convention on Cybercrime. അപ്പോൾ ഇത്രയാണ് ഓപ്ഷൻ. ഇതിനകത്ത് നമുക്ക് മനസ്സിലായി സി എന്തായാലും വരില്ല, കാരണം റാൻസംവെയർ അല്ല പെഗാസസ്, സ്പൈവെയർ ആണ് എന്നുള്ള കാര്യം. സി വരില്ല, എയും ബിയും വരും എന്നറിഞ്ഞാൽ നമുക്ക് ഉത്തരം എഴുതാൻ പറ്റുമോ? സി വരില്ല. സി ആണ് 3 ഓപ്ഷനിലും ഉള്ളത്. പെഗാസസ് ഒരു റാൻസംവെയർ അല്ല, സ്പൈവെയർ ആണ്. 3 ഓപ്ഷനും വരില്ല. എ ബി വരും, പിന്നെയുള്ള ഒരേ ഒരു ഓപ്ഷനേ ഉള്ളൂ, എ ബി ഡി. ഡി ഓപ്ഷൻ നമുക്ക് അറിഞ്ഞില്ലേ പോലും, ഇന്ത്യ ഈസ് നോട്ട് എ സിഗ്നേറ്ററി ടു ബുഡാപെസ്റ്റ് കൺവെൻഷൻ എന്നുള്ള കാര്യം അറിഞ്ഞില്ലേ പോലും നമുക്ക് ഉത്തരം എഴുതാം. എ ബി ഡി ആണ് ഉത്തരം.
അടുത്ത ചോദ്യം read the following passage carefully and answer the question. Passage ആണ്. Forced by circumstances and in search of success and status, educated young men and women settle far away. വായിച്ചു നോക്കിയേ. Forced by circumstances. 46ാമത്തെ ചോദ്യം മുതൽ 50ാമത്തെ ചോദ്യം വരെ റീഡിംഗ് കോംപ്രിഹെൻഷൻ ആണല്ലോ. Forced by circumstances and in search of success and status, educated young men and women settle far away from their parents. Some go abroad. The very education that the parents manage to give to their children turns against them in the end. Their children go away in search of green pastures, leaving them alone. International community as well as our government is aware of their problems. UNO proclaimed the year 1999 as International Year for the Aged. In our own country, the year 2000 was proclaimed Year for the Aged. Article 41 of our Constitution clearly makes it incumbent on the state to look after the aged. There is a social welfare ministry responsible for the welfare of the aged. Laws are made from time to time to protect the rights of senior citizens. For example, under law, parents cannot be evicted from a house without due process of law under section 105 of CRPC. A magistrate can order a person to maintain his or her old parents under the Maintenance of Parents Act. Hindu Adoption and Maintenance Act says that the aged parents can demand for maintenance from their children. The Domestic Violence Act also provides parents with the rights to seek relief from any kind of abuse. അങ്ങനെ നോക്കുമ്പോൾ ഇത് പാരഗ്രാഫ് നന്ന വൃത്തിയായിട്ട് വായിച്ച ഒരാൾക്ക് എഴുതാവുന്ന ഉത്തരം മാത്രമേ ഉള്ളൂ. Which of the following act or section does give parents rights to seek relief from any kind of abuse? Which of the following act or section does give parents rights to seek relief from any kind of abuse? Hindu Adoption and Maintenance Act, section 105 of CRPC Act, Domestic Violence Act, section 98 of CPC. Does give parents right to seek relief from any kind of abuse. ഏതാണ് ഇതിൽ പറയുന്നത്? ഇതിലെവിടെയാ പറയുന്നത്? ഇവിടെ പറയുന്നുണ്ടല്ലേ. Under law, parents cannot be evicted from a house without due process of law. Under section 105 of the CRPC, Criminal Procedure Code, a magistrate can order a person to maintain his or her old parents under the Maintenance of Parents Act. Maintenance of Parents Act. The Hindu Adoption and Maintenance Act says that aged parents can demand for maintenance from their children. Domestic Violence Act also provides parents with the rights to seek relief from any kind of abuse. അങ്ങനെ പറയുന്നത് കാരണം എന്താ? Domestic Violence Act. Which of the following act section does give parents right to seek relief from any kind of abuse? നമ്മുടെ എടുത്തു പറയുന്നുണ്ട് അതിനകത്ത് ഡൊമസ്റ്റിക് വയലൻസ് ആക്ട്, DV ആക്ടിലാണ് അത് പ്രത്യേകം പറയുന്നതെന്ന്. 105 CPC അല്ല, CRPCനെ കുറിച്ചാണ് ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. സിവിൽ പ്രൊസീജിയർ കോഡ് അല്ല, ക്രിമിനൽ പ്രൊസീജിയർ കോഡ്, CRPC എന്നാണ് അതിനെ പ്രൊനൗൺസ് ചെയ്യുക. According to passage, who usually leaves their parents in lurch? ആരാണ്? ഇവിടെ പറയുന്നുണ്ട് ആദ്യത്തെ ഘട്ടത്തിൽ എങ്ങനെയാണ് പേരൻസിനെ ഉപേക്ഷിക്കുന്നത് എന്നുള്ളത്. Forced by circumstances and in search of success and status, educated young men and women settle far away from their parents. Some go abroad. Very education that the parents manage to give to their children turns against them in the end. അവരുടെ പല സുഖങ്ങളും, മാതാപിതാക്കളുടെ പല സുഖങ്ങളും ത്യജിച്ചുകൊണ്ട് അവർ കുട്ടികളെ പഠിപ്പിച്ച് ഒരു പൊസിഷനിൽ എത്തിച്ച് കഴിയുമ്പോഴത്തേക്കും അവർ വാസ്റ്റ് ഓപ്പർച്യൂണിറ്റീസ്, ആ കുട്ടികൾ അവരുടെ മുന്നിലുള്ള വലിയ വാതായനങ്ങളെ പറ്റി കാണുമ്പോൾ അവർ അതിനുവേണ്ടി അത് നേടിയെടുക്കാൻ വേണ്ടി പറക്കുമ്പോൾ മറന്നു പോകുന്ന രണ്ട് ജന്മങ്ങളാണ് മാതാപിതാക്കൾ.
നമ്മുടെ ചുറ്റുപാടും നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും അല്ലേ, കാശുണ്ടാക്കാനായിട്ടും വലിയൊരു ജീവിത നിലവാരം സ്വപ്നം കണ്ടും കടൽ കിടക്കുന്നവരും, അത് കിടക്കുന്നവർ തെറ്റാണെന്നല്ല, അവരവരുടെ അമ്മയച്ഛനെയും നല്ല രീതിയിൽ സംരക്ഷിച്ചുകൊണ്ടാണ് കടൽ കിടക്കുന്നതെങ്കിൽ അത് തെറ്റല്ല. പക്ഷെ ഒരു ചിലരെങ്കിലും അങ്ങനെ മാതാപിതാക്കളെ അധികം ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ സ്വന്തം കരിയർ ഡെവലപ്മെൻറ്റിനും അതുപോലെ നമ്മുടെ സ്വന്തം കാര്യങ്ങൾക്കും വേണ്ടി മാത്രം പുറത്തേക്ക് പോകുന്നതും സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം നോക്കുന്നവരെയൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ളവരാണ് പേരൻസിനെ ഉപേക്ഷിക്കുന്നത് കൂടുതലും എന്നാണ് ഈ പാരഗ്രാഫിൽ പറയുന്നത്. അതാണ് ഇവിടെ പറയുന്നത്, ദ വെരി എഡ്യൂക്കേഷൻ ദാറ്റ് ദ പേരൻസ് മാനേജ് ടു ഗീവ് ടു ദെയർ ചിൽഡ്രൻ ടേൺസ് അഗെയിൻസ്റ്റ് ദം ഇൻ ദ എൻഡ്. Their children go away in search of green pastures, leaving them alone. International community as well as our government is aware of their problems. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ഏതാണ്? ഹൂ യൂഷ്വലി ലീവ്സ് ദെയർ പേരൻസ് ഇൻ ലർച്ച്. പേരൻസിനെ ഉപേക്ഷിച്ചിട്ട് ആരാണ് ലീവ് ചെയ്യുന്നത്? കരിയർ സീക്കേഴ്സ്, ചിൽഡ്രൻ സെറ്റിൽഡ് ഇൻ ഡിസ്റ്റന്റ് പ്ലേസസ്. 48ാമത്തെ ചോദ്യം, ഹൂ ഈസ് എംപവേർഡ് ടു ഗീവ് ഓർഡർ ടു ദ കൺസേൺഡ് ഫോർ ദ മെയിൻ്റനൻസ് ഓഫ് ദെയർ പേരൻസ്. ഹൂ ഈസ് എംപവേർഡ് ടു ഗീവ് ഓർഡർ ടു ദ കൺസേൺ ടു ദ മെയിൻ്റനൻസ് ഓഫ് ദെയർ പേരൻസ്? ആരാണ്? മജിസ്ട്രേറ്റ് ആണ്. പറയുന്നുണ്ടല്ലേ, മജിസ്ട്രേറ്റ് ക്യാൻ ഇഷ്യൂ എന്ന് പറഞ്ഞിട്ട് ഓപ്ഷനിൽ പറയുന്നുണ്ട്. അല്ല, പാരഗ്രാഫിൽ എന്താ പറയുന്നത്? പാരഗ്രാഫിൽ പറയുന്ന കാര്യങ്ങളാണ് എടുക്കേണ്ടത്. മജിസ്ട്രേറ്റിനെ A magistrate can order a person to maintain his or her old parents under the Maintenance of Parents Act എന്ന് പറയുന്നുണ്ട് വ്യക്തമായിട്ട്. A magistrate is empowered to give order to the concerned for the maintenance of their parents. The year 1999 was proclaimed as എന്താണെന്നാ പറയുന്നത്? 1999 പാരഗ്രാഫിൽ പറയുന്നുണ്ട്. ഇന്റർനാഷണൽ ഇയർ ഫോർ ദ ഏജ്ഡ് എന്നല്ലേ പാരഗ്രാഫിൽ പറയുന്നത്. 1999 എങ്ങനെയാണ്? UNO proclaimed the year 1999 as International Year for the Aged. ഇത് കമ്പാരിറ്റീവ്ലി ഈസി ആയിട്ടുള്ളൊരു റീഡിങ് കോമ്പ്രഹെൻഷനാണ്. ആർക്കും ഇത് പറഞ്ഞു തരേണ്ട കാര്യമില്ല. എങ്കിൽ പോലും ചിലരെങ്കിലും അവരുടേതായ ഗസ്സിൽ കൂടെ അവരുടേതായ നോളജിൽ കൂടെ ഉത്തരവെഴുതാൻ ശ്രമിക്കാറുണ്ട്. പക്ഷെ അങ്ങനെയല്ല ചെയ്യേണ്ടത്. പാരഗ്രാഫ് വായിച്ചിട്ട് പാരഗ്രാഫിൽ പറയുന്നതിനാണ് ഉത്തരവെഴുതേണ്ടതെന്നും ഓർക്കുക. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, under section 105 of the CRPC, parents cannot be evicted from a house without due process of law. അതല്ലേ 105 പറയുന്നത്? 105 പറയുന്നതല്ലേ? For example, under law, parents cannot be evicted from a house without due process of law under section 105 of the CRPC എന്നാണ് ലാസ്റ്റ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരുന്നത്. വിത്തൗട്ട് ഡ്യൂ പ്രോസസ് ഓഫ് ലോ. അപ്പം വളരെ സിമ്പിളായിട്ടുള്ളൊരു റീഡിങ് കോമ്പ്രഹെൻഷൻ ആയിരുന്നു. ടഫായിട്ടുള്ളതും വരാം. നിങ്ങൾ നേരിടാൻ തയ്യാറായിരിക്കണം. എന്തു വന്നാലും പതറാതെ നേരിടുക, അതാണ് വേണ്ടത്. ഇത്രയാണ് ഈ ക്ലാസ്സിൽ നമുക്ക് പറയാനുള്ളത്. ഇനി ഒരു DAയും കൂടെ ഉണ്ട്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇപ്പം പറഞ്ഞു കഴിഞ്ഞാൽ അത് പകുതി വെച്ച് നിന്നു പോകും. അതുകൊണ്ട് ഇത്രയാണ് ഈ ക്ലാസ്സിൽ. താങ്ക് യു.